ലീഡർഷിപ്പ് അതിൽ ഏറ്റവും ചെറിയ ഡെഫിനിഷനാണ് ഇസ് ദി എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബീയിങ്സ്. നിങ്ങളുടെ ചുറ്റും ഒരുപാട് ലീഡേഴ്സ് നിങ്ങൾ കാണും, പഠിച്ചവരും പഠിക്കാത്തവരും കഴിവുള്ളവരും കഴിവില്ലാത്തവരും. പക്ഷെ അവരെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവരെല്ലാം ലീഡേഴ്സ് ആവും. നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേര്, ചിലരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, പക്ഷെ അവർ ലീഡറാണ്. ദേ ഹാവ് ലീഡർഷിപ്പ് കേപ്പബിലിറ്റി. വൈ ബിക്കോസ് ദേ ഹാവ് ദി എബിലിറ്റി ടു ഇൻഫ്ലുവൻസ്, സ്വാധീനിക്കാനുള്ള കഴിവ്. മനസ്സിലായില്ലേ? ഒരാളെ സ്വാധീനിക്കാനുള്ള കഴിവ് ഉള്ളവരാണ് ലീഡർ ആവുന്നത്. ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ഈ ലോകത്ത് നന്നാവാനും രക്ഷപ്പെടാനും വേറെ ഒന്നും വേണ്ട. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും. നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ ചെന്നെത്തണമെങ്കിലും ഒരു തരത്തിലുള്ള തടസ്സങ്ങളില്ല. അത് നിങ്ങൾ മാത്രമാണ് തടസ്സം, വേറെ ഒരു തടസ്സമില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഈ ടൈം മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളെ തന്നെ മാനേജ് ചെയ്യുകയാണ് ഏറ്റവും വലിയ ടൈം മാനേജ്മെന്റ്. ടൈം അത്രേ ഉള്ളൂ എല്ലാവർക്കും. പണക്കാരനും പാവപ്പെട്ടവനും വിവരമുള്ളവനും വിവരമില്ലാത്തവനും അല്ലെങ്കിൽ പഠിക്കാത്തവനും പഠിച്ചവനും എല്ലാവർക്കും ഒറ്റ ഒരു ടൈം സ്കെയിലാണുള്ളത്. അതായത് 24 hours എല്ലാവർക്കും ഉണ്ട്. ആ ടൈമിനെ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങളെ മാനേജ് ചെയ്ത്, അതൊക്കെയാണ് NCCയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വെച്ച് പഠിച്ചുകൊണ്ടോ ഒരുപാട് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതുകൊണ്ടോ നിങ്ങൾ ജീവിതത്തിൽ നന്നാവണമെന്നില്ല. നിങ്ങളിലുള്ള സർഗാത്മകമായ കഴിവിനോടൊപ്പം നിങ്ങൾ ക്യാരക്ടർ ലീഡർഷിപ്പ് കൂടി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരു നല്ല നേതൃത്വ പാഠവുമുള്ള, കഴിവുള്ള, സംഘടനാ ശേഷിയുള്ള, വ്യക്തിത്വമുള്ള ഒരു ആളായിട്ട് നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാഷണൽ കേഡറ്റ് കോർപ്പിന്റെ ഒരു യൂണിറ്റ് മർഫി സ്കൂളിൽ ഇന്ന് തിരിതെളിയുകയാണ്. 1948 ജൂലൈ 16 ഇന്ത്യൻ കരനാവിക വ്യോമസേനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച NCC എന്ന യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും എല്ലാം ഉത്തമ പൗരന്മാരാക്കി വളർത്തുന്ന ഈ NCCയുടെ ഒരു യൂണിറ്റ് ആരംഭിക്കാൻ മർഫി സ്കൂൾ നീണ്ട 10 വർഷങ്ങൾ കാത്തിരുന്നു. അതിന് വിരാമം കുറിച്ചുകൊണ്ട് ഇന്ന് മർഫി സ്കൂളിലും തിരിതെളിയുകയാണ് 25 കുട്ടികളടങ്ങുന്ന ഒരു യൂണിറ്റ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഡ്രില്ലിൽ അടിസ്ഥാന സൈനിക പരിശീലനം നൽകി അവരെ ഉത്തമ രാഷ്ട്ര പൗരന്മാരായി വാർത്തെടുക്കുന്ന ഈ പ്രോഗ്രാം ക്ലാസുകളും ക്യാമ്പുകളും ട്രെക്കിങ്ങും റിപ്പബ്ലിക് ദിനാചരണം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളിലൂടെ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാനുള്ള അവസരം വരെ ഈ കുട്ടികളെ കാത്തിരിക്കുന്നു. സൈനിക രീതിയിലുള്ള പരിശീലനം, സമൂഹ സേവനത്തിലൂടെയും NCCയുടെ നേതൃത്വം അച്ചടക്കമുള്ള, ദേശസ്നേഹമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് കഴിയുന്നു. NCCയുടെ മോട്ടോ തന്നെ യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ ആണ്. ഐക്യവും അച്ചടക്കവും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പരിശീലനം NCCയുടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരുന്നത്. ഇന്ന് അതിനൊരു അവസരം എത്തിയിരിക്കുന്നു. ഈ യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത് 17th കേരള ബറ്റാലിയൻ ലഫ്റ്റനന്റ് കേണൽ സതീഷ് കുമാർ വി അവറുകളാണ്. സാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസം ഇതിന്റെ പേപ്പർ വർക്കുകൾ നടക്കുകയും വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ ഫലപ്രദമാവുകയും ചെയ്തു. സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് ചിത്രത്തിലില്ല. SPCയും ലിറ്റിൽ കൈറ്റും റെഡ് ക്രോസും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപക്ഷെ ഇക്കൊല്ലം ഈ സെലക്ഷൻ കിട്ടിയ 15 കുട്ടികള് ഈ സ്കൂളിലെ ഏറ്റവും ഭാഗ്യവാന്മാരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച് ഇന്ന് ഈ NCC ഇനാഗ്രേഷനില് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ സതീഷ് കുമാർ വി അവറുകളാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ മർഫി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും വളരെ സജീവമായി സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീമതി ആൻസി അഗസ്റ്റിന്റെ. ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രസിഡന്റിനെ ഈ NCC ഇനാഗ്രേഷൻ ചടങ്ങിലേക്ക്, ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ KR രാജി അവരുകളെ ഏറെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാര്യങ്ങളിലും ഏറ്റവും സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ നവാസ് PAയും ഈ മീറ്റിംഗിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെവൻറ്റീൻത് കേരള ബറ്റാലിയൻ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന യുവിത വിക്രം സിംഗ് സാറിനെ, കവിതാർ L സുരേഷ് സാറിനെയും മർഫി സ്കൂളിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നതിനായി 17th കേരള ബറ്റാലിയൻ പാല ലഫ്റ്റനന്റ് കേണൽ സതീഷ് കുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാഷണൽ കേഡറ്റ് കോർപ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന കൂടിയാണ്. ഇതിന്റെ ലക്ഷ്യം നിങ്ങളെ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ഇതിന്റെ ലക്ഷ്യം നമ്മുടെ മുമ്പിലുള്ള എല്ലാ കുട്ടികളെയും ഒരു നല്ല പൗരനായിട്ട് അല്ലെങ്കിൽ പൗരന്മാരായിട്ട് വാർത്തെടുക്കാനുള്ള ലക്ഷ്യമാണ്. ടു മേക്ക് എ ഗുഡ് സിറ്റിസൺ ഔട്ട് ഓഫ് യു. ദി അൾട്ടിമേറ്റ് എയിം ഓഫ് നാഷണൽ കേഡറ്റ് കോർപ്സ് ഈസ് ടു ബ്രിങ് യു ടു ദ മെയിൻ സ്ട്രീം. നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് നിങ്ങളെ എല്ലാവരെയും കൊണ്ടുവരിക, നിങ്ങളെല്ലാം ലീഡർഷിപ്പിന്റെയും മോട്ടിവേഷന്റെയും ഒക്കെ വഴിയിലൂടെ നിങ്ങളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, ഒരു നല്ല പൗരനാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. Indeed, you all are very fortunate because of the approach of your principal. നിങ്ങളുടെ പ്രിൻസിപ്പൽ മിസ്റ്റർ പ്രദീപ് ജോസഫ് സാറിന്റെ അപ്രോച്ച് കൊണ്ട് മാത്രമാണ് ഇവിടെ സത്യം പറഞ്ഞ ഈ ഒരു NCCയുടെ അലോട്ട്മെന്റ് ഇത്ര വേഗത്തിൽ ഉണ്ടാവാൻ സാധിച്ചത്. കുട്ടികളിലുള്ള കമ്മ്യൂണിറ്റി സർവീസ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സഹായമാവും. അത് തീർച്ചയായിട്ടും അതുവഴി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് സിറ്റുവേഷൻസിനെ അതിജീവിച്ച് അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറാനുള്ള ഒരുപാട് അവസരങ്ങൾ അത് കൊടുക്കും. When you serve the nation, when you serve your community, and when you encounter a lot of difficulties, ultimately you will develop a lot of capabilities within you. നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസും മോട്ടിവേഷണൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൂടെ ഇടപഴകി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് മുന്നേറാനുള്ള ആ ഒരു കഴിവ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കും തീർച്ചയായിട്ടും. അതുപോലെ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ when you get out of this comfort zone, when you go for camps, അവിടെ ക്യാമ്പുകളിൽ ഒരുപാട് അഡ്വഞ്ചർ ക്യാമ്പ്സ് ഉണ്ടാവും. ഈ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ വെളിയിലും ഒരുപാട് അഡ്വഞ്ചർ ക്യാമ്പുകൾ ഉണ്ടാവും. ആ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഈ സ്കൂളിലെ കുട്ടികൾക്കുണ്ടാവും തീർച്ചയായിട്ടും. നാഷണൽ ക്യാമ്പ്സ്, റോക്ക് ക്ലൈംബിംഗ്, വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് NCCയിലുണ്ട്. അപ്പൊ അതിനുള്ള അവസരങ്ങളെല്ലാം കിട്ടും. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ പരേഡ് പോലെയുള്ള തൽസേന ക്യാമ്പ് പോലെയുള്ള നാഷണൽ ക്യാമ്പ്സിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് നിങ്ങളിൽ കഴിവുള്ളവർക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കുമ്പോൾ ഓരോ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങളുടെ ഒരു വാതായനമാണ്. അപ്പോ ഇത് നിങ്ങൾ ഈ 25 പേര് ആദ്യത്തെ ബാച്ചിൽ ചേർന്ന നിങ്ങൾ ഒരു റോൾ മോഡലായിട്ട് ഈ സ്കൂളിലെ മാതൃകാപരമായ പ്രവർത്തനം നടത്തണം. റോൾ മോഡലായിട്ട് പ്രവർത്തിക്കണം. നിങ്ങളെ കണ്ടാണ് പിന്നെയുള്ള നിങ്ങളുടെ ജൂനിയർ ആയിട്ടുള്ള കേഡറ്റ്സ് ഈ പ്രവർത്തനത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമായിരിക്കും. അതിന് കൂടുതൽ ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ ഈസ് റിക്വയർഡ്. വൈ? ബിക്കോസ് യു ആർ ദ ഫസ്റ്റ് പ്രീമിയർ. ബിക്കോസ് നോബഡി, you have no one to look up to. Only your caretaker is there and instructors. നമ്മുടെ വെളിയിൽ നിന്ന് അവിടുന്ന് പാലായിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അവര്
ആഴ്ചയിൽ 1-2 വട്ടം വരാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളുടെ മോട്ടിവേഷൻ ഷുഡ് ബി ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ ആൻഡ് യു ഷുഡ് ലേൺ മോർ അബൌട്ട് NCC. ആൻഡ് നിങ്ങളെ കണ്ടായിരിക്കണം പിന്നെയുള്ള സ്കൂളിലെ ഈ തലമുറ NCCയിലേക്ക് ആകർഷ്ടരായിട്ട് വരേണ്ടത്. NCCയുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. യൂണിറ്റി ഓഫ് ആർ കൺട്രി ആൻഡ് ഡിസിപ്ലിൻ മീൻസ് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ആണ് NCC കേഡറ്റ്സ് വെക്കേണ്ടത്. എപ്പോഴും എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലൂടെ. അതുപോലെ ഡിസിപ്ലിൻ ഈസ് നോട്ട് അബൌട്ട് ഡ്രിൽ മാത്രമല്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റി, ഫ്ലെക്സിബിലിറ്റി, അഡോപ്റ്റബിലിറ്റി, സിൻസിയറിറ്റി, ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, ഇതെല്ലാം ഡിസിപ്ലിന്റെ ഭാഗമാണ്. അപ്പൊ ഇതുവഴി ഈ ക്യാരക്ടർ ലീഡർഷിപ്പ് ട്രെയിറ്റിലൂടെ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇന്ന് അക്കാഡമിക്സ് മാത്രമല്ല നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി ഉള്ള ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അക്കാഡമിക്സ് പഠിച്ചുകൊണ്ടോ ഒരുപാട് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതുകൊണ്ടോ നിങ്ങൾ ജീവിതത്തിൽ നന്നാവണമെന്നില്ല. നിങ്ങളിലുള്ള സർഗാത്മകമായ കഴിവിനോടൊപ്പം നിങ്ങൾ ക്യാരക്ടർ ലീഡർഷിപ്പ് കൂടി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരു നല്ല നേതൃത്വ പാഠവുമുള്ള, കഴിവുള്ള, സംഘടനാ ശേഷിയുള്ള, വ്യക്തിത്വമുള്ള ഒരു ആളായിട്ട് നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് എംപവറിംഗ് യുവർ സെൽഫ്. മീൻസ് യു ആർ നോട്ട് ജസ്റ്റ് റീഡിംഗ് ബുക്സ്. കുട്ടികൾ ബുക്കുകൾ മാത്രം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവുന്ന ഒരു സിസ്റ്റം അല്ല. മെമ്മറിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കാഴ്ചപ്പാടല്ല നമുക്ക് ഇന്ന് ഉള്ളത്. ഇന്ന് നല്ല നേതൃത്വ പാഠവും ഉണ്ടെങ്കിൽ മാത്രമേ, കഴിവുണ്ടെങ്കിൽ മാത്രമേ, റെയറസ്റ്റ് ഓഫ് ദ റെയർ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് എത്തിപ്പെടാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നേതൃത്വ പാഠവും നിങ്ങളുടെ സംഘടനാ ശേഷിയും കഴിവും എബിലിറ്റിയും റിസോൾവും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ക്യാരക്ടർ ലീഡർഷിപ്പ് ട്രെയ്റ്റ്സ്. ആർ ലീഡർഷിപ്പ് ബേസ്ഡ് ഓൺ ക്യാരക്ടർ. അതായത് സ്വഭാവ ശുദ്ധിയിലൂടെ, സത്യസന്ധതയിലൂടെ, ആത്മാർത്ഥതയിലൂടെ, കഠിനാധ്വാനത്തിലൂടെ. മനസ്സിലായില്ലേ? ഈ പറയുന്ന വാക്കുകളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? കഠിനാധ്വാനത്തിലൂടെ, സത്യസന്ധതയിലൂടെ, ആത്മാർത്ഥതയിലൂടെ ഒക്കെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാൻ പോകുന്നത് ഒരിക്കലും മറക്കരുത്. ജീവിതം മുഴുവൻ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ലീഡർഷിപ്പ് ഈസ്, അതിന്റെ ഷോർട്ടസ്റ്റ് ഡെഫിനിഷൻ ആണ്, ലീഡർഷിപ്പ് ഈസ് ദി എബിലിറ്റി ടു ഇൻഫ്ലുവൻസ്. ലോകത്തിൽ 250 ഡെഫിനിഷൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓൾ അക്രോസ്. ഓക്കെ, ലീഡർഷിപ്പ് അതിൽ ഏറ്റവും ചെറിയ ഡെഫിനിഷൻ ആണ്, ഇസ് ദി എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബീയിങ്സ്. നിങ്ങളുടെ ചുറ്റും ഒരുപാട് ലീഡേഴ്സ് നിങ്ങൾ കാണും, പഠിച്ചവരും പഠിക്കാത്തവരും, കഴിവുള്ളവരും കഴിവില്ലാത്തവരും. പക്ഷെ അവരെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവരെല്ലാം ലീഡേഴ്സ് ആവും. നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേര്, ചിലരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, പക്ഷെ അവർ ലീഡറാണ്. ദേ ഹാവ് ലീഡർഷിപ്പ് കേപ്പബിലിറ്റി. വൈ ബിക്കോസ് ദേ ഹാവ് ദി എബിലിറ്റി ടു ഇൻഫ്ലുവൻസ്. സ്വാധീനിക്കാനുള്ള കഴിവ്. മനസ്സിലായില്ലേ? ഒരാളെ സ്വാധീനിക്കാനുള്ള കഴിവ് ഉള്ളവരാണ് ലീഡർ ആവുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ക്ലാസ്സുകളിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ, കൂട്ടുകാരുടെ ഇടയിൽ, ഒരു ഫാക്ടറിയിൽ, ഒരു ഓർഗനൈസേഷനിൽ, അല്ലെങ്കിൽ ഒരു കൃഷിസ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു പണിശാലയിൽ, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ, എവിടെ ചെന്നാലും നിങ്ങൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്, സ്വാധീനിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ലീഡറായിട്ട് മാറും, ഒരു നേതാവായി മാറും, ഒരു നേതൃത്വ പാഠമുള്ള ഒരാളായിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള ലീഡർഷിപ്പിലൂടെയാണ് ആളുകൾ ജീവിതത്തിൽ വളർന്നു വരുന്നത്. ലീഡർ എന്ന് പറയുന്നത് ഒൺലി പൊളിറ്റിക്സ് മാത്രമല്ല. ലീഡർ എന്ന് പറയുന്നത് നേതൃത്വ പാഠം എന്ന് പറഞ്ഞാൽ എല്ലാ ലെവലിലും, എല്ലാ രീതിയിലും, എല്ലാ രംഗത്തും, എല്ലാ സ്ഥലത്തും ഉണ്ടാവേണ്ടതായ വളരെ അത്യാവശ്യമുള്ള ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാം, എന്ത് ചെയ്തും സക്സസ്ഫുൾ ആവാം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, സമയമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ജോലി വാങ്ങിക്കുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ജോലി എന്നുള്ളത് മാത്രം ആവരുത്. നമ്മൾ നമ്മുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, മറ്റുള്ളവരെ കൂടെ സഹായിക്കുക, മറ്റുള്ളവരുടെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ കൂടെ കൊണ്ടുപോകുക. അതൊക്കെ ആയിരിക്കണം നമ്മുടെ ധാരണ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം, ആദ്യം നമ്മുടെ സമൂഹം, നമ്മുടെ വീട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഓട്ടോമാറ്റിക്കലായി ഡെവലപ്പ് ചെയ്തു പോകും. അപ്പൊ ഇതിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് NCCയുടെ പ്രവർത്തനം. I tried my best to explain you in very normal this thing.
The concept is very clear. നിങ്ങൾക്ക് ജീവിതത്തിൽ നന്നാവണമെന്നുണ്ടെങ്കിൽ you have to empower yourself. Empower with skill sets ഉണ്ടല്ലോ, കഴിവുകൾ. ആ കഴിവുകളിലൂടെ ഇന്ന് AI കാലമാണ്, അതിനെ പേടിക്കേണ്ട കാര്യമില്ല. AI ഒക്കെ ഓൺലി എൻട്രി ലെവൽ ജോബിൽ മാത്രമേ ഇന്റർഫിയർ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. യു ഷുഡ് ഇംപ്രൂവ് യുവർ കേപ്പബിലിറ്റി, സ്കിൽ. നിങ്ങളുടെ കഴിവുകളെ, നിങ്ങൾക്ക് ഏത് കഴിവുണ്ടോ ആ കഴിവിൽ ഫോക്കസ് ചെയ്യുക, ആ കഴിവുകളെ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നേതൃത്വ പാഠവും എപ്പോഴും ഇംപ്രൂവ് യുവർ കേപ്പബിലിറ്റി ഇൻ ലീഡർഷിപ്പ്. അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെ മോട്ടിവേറ്റ് ആക്കി വെക്കുക, നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ആക്കി വെക്കുക. സെൽഫ് ടോക്ക്, സംസാരിക്കൂ, സ്വന്തമായിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കൂ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ക്ലാരിറ്റി ഉണ്ടാവും. മനസ്സിലായില്ലേ? മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് പോവാതെ നിങ്ങളോട് തന്നെ സംസാരിക്കും. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ സോൾ ഈസ് ദ ഇമ്പോർട്ടന്റ് ജഡ്ജ് വിത്തിൻ യു. നമ്മുടെ മനുഷ്യന്റെ ഫാക്കൽറ്റിയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് സാധനമാണ് സോൾ എന്ന് പറയുന്ന സാധനം. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് പറയുന്നില്ലേ, അത് ചെയ്തോ, അത് ചെയ്യണ്ട അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. വേറൊരാളോട് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളിൽ തന്നെ നമ്മുടെ ജഡ്ജ് ഇരിപ്പുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അണ്ടർസ്റ്റാൻഡ് ഓൾ ദോസ് ഫാക്കൽറ്റി, അണ്ടർസ്റ്റാൻഡ് ഓൾ ദോസ് ക്വാളിറ്റീസ് which you need to be developed to become a good person, good human being. Be a good citizen always and every time. If you are a good citizen, you will be a successful person. ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ഈ ലോകത്ത് നന്നാവാനും രക്ഷപ്പെടാനും വേറെ ഒന്നും വേണ്ട. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? ജീവിതത്തിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല വ്യക്തിയായിരിക്കണം. സോ ദി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് NCC ഈസ് ടു മേക്ക് യു എ ഗുഡ് സിറ്റിസൺ. ഒരു നല്ല വ്യക്തിയായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ മെയിൻ സ്ട്രീമിൽ വെക്കുക, മറ്റുള്ള ഡിസ്ട്രാക്ഷനിൽ നിന്നൊക്കെ മാറ്റി നിങ്ങളുടെ ഫോക്കസ് ഏറ്റവും കൂടുതൽ വ്യക്തിത്വ വികസനത്തിലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും ഫിസിക്കൽ ഫിറ്റ്നസിലും അതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, വി ആർ ഫോക്കസിംഗ് ഓൺ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് ഇന്റൻഡ് ടു ഡെവലപ്പ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഞാനും നിങ്ങളെ പോലെ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട് ഡിഗ്രി ആയിട്ട് ഞാൻ ആർമിയിൽ പോയതാണ്, സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട്. സോ ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ if you really want to do something, it is definitely possible. Okay, you don't have to study in an English medium school to become an army officer or an IAS officer. So the point which I am trying to convey, നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ ചെന്നെത്തണമെങ്കിലും ഒരു തരത്തിലുള്ള തടസ്സങ്ങളില്ല. അത് നിങ്ങൾ മാത്രമാണ് തടസ്സം, വേറെ ഒരു തടസ്സമില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഈ ടൈം മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളെ തന്നെ മാനേജ് ചെയ്യുകയാണ് ഏറ്റവും വലിയ ടൈം മാനേജ്മെന്റ്. ടൈം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. പണക്കാരനും പാവപ്പെട്ടവനും വിവരമുള്ളവനും വിവരമില്ലാത്തവനും അല്ലെങ്കിൽ പഠിക്കാത്തവനും പഠിച്ചവനും എല്ലാവർക്കും ഒറ്റ ഒരു ടൈം സ്കെയിലാണുള്ളത്. അതായത് 24 hours എല്ലാവർക്കും ഉണ്ട്. ആ ടൈമിനെ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങളെ മാനേജ് ചെയ്ത് അതൊക്കെയാണ് NCCയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ പ്ലീസ് ടേക്ക് ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ ഓൾ ആക്ടിവിറ്റീസ്. And first of all, I congratulate the college management and the college teaching staff and non-teaching staff for taking this pain to go through the process. അതെല്ലാം വളരെ കൃത്യനിഷ്ഠമായ രീതിയിൽ അതെല്ലാം ചെയ്ത് ഇതെല്ലാം പൂർത്തിയാക്കിയ കോളേജിലെ പ്രിൻസിപ്പലിനും കോളേജിലെ ബാക്കിയുള്ള സ്റ്റാഫിനും എൻ്റെ അഭിനന്ദനങ്ങൾ. ആൻഡ് പ്ലീസ് ടേക്ക് ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ NCC ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ ആക്ടിവിറ്റീസിലും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വി ആർ ഓൾവേസ് ദെയർ. പ്ലീസ് കോൾ ബാക്ക് ടു us and we will be there to support. And my special attention will be there because I like these kind of places where എന്നെ സംബന്ധിച്ച് ഈ ഒരു സ്ഥലത്ത് ഏറ്റവും ആദ്യം NCC ഉണ്ടാവേണ്ട സ്ഥലമാണിത്. കാരണം നമ്മൾ മെയിൻ സ്ട്രീമിലോട്ട് ഏറ്റവും പെട്ടെന്ന് നമുക്ക് കണക്ട് ആവേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. ഐ എം വെരി ഹാപ്പി ടു ഗ്രാൻഡ് get this sanction approved from the directorate. വളരെ സന്തോഷത്തോടെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. Thank you so much and thank you for organizing a function like this, for raising this NCC unit here, and wish you all the best. Thank you so much.
Thank you, sir, for your heart-touching words. ഇനി നമ്മുടെ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. NCC ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കുന്നതിനായി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്കറിയാം NCC യൂണിറ്റുകൾ എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കൊരു സാറ് വളരെ വിശദീകരിച്ചു തന്നു. നമുക്കറിയാം NCC എന്ന് പറയുന്നത് ഒരു പരിശീലന പരിപാടി മാത്രമല്ല, നല്ല അച്ചടക്കമുള്ള, ആത്മവിശ്വാസമുള്ള, നേതൃപാഠവുമുള്ള, ദേശസ്നേഹമുള്ള, സേവന മനോഭാവമുള്ള ഒരു പറ്റം കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭാഗ്യം ലഭിച്ച കുട്ടികളോട് എനിക്കൊന്നേ പറയുവാനുള്ളൂ, നിങ്ങൾക്ക് ലഭിക്കുന്ന യൂണിഫോം അത് വെറും ഒരു വസ്ത്രമല്ല, അത് ദേശസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും അച്ചടക്കത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും ഒക്കെ ഒരു തുടക്കമായിരിക്കണം. നമ്മൾ ആരായിരിക്കണമെന്ന് നമുക്ക് സാറ്, ഞാനെൻ്റെ ജീവിതത്തിൽ ഇത്രയും ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് നമ്മളുടെ മനസ്സിൽ അല്ലേ, നമ്മളോട് തന്നെ സംസാരിക്കാൻ നമ്മളുടെ ഉള്ളിൽ ആളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആരായി തീരണം, എങ്ങനെയായിരിക്കണം ഒരു ലീഡർ അല്ലേ. സാർ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ലീഡർമാരെയാണ് നിങ്ങൾ സാധാരണ കാണാറുള്ളത്. അങ്ങനല്ല, നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാലും, എന്ത് ജോലി ചെയ്താലും, ഒരു കൃഷിപ്പണിയാകട്ടെ, അല്ലെ ഫുട്ബോൾ ആകട്ടെ, അല്ലെ ബിസിനസ് ആകട്ടെ, മറ്റെന്തെങ്കിലും ജോലികളായിക്കോട്ടെ, ആ ജോലികളിലൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ ഏറ്റവും നന്നായി കൃത്യമായി സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നാം ഒന്നാമതെത്തുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് ശ്രദ്ധിക്കുന്നത്. നമുക്കറിയാം ഇവിടെ A+ കിട്ടുന്ന കുട്ടികളെ എല്ലാം ഇവിടെ അനുമോദിക്കാറുണ്ട് ഇല്ലേ. എന്നാൽ 9 A+ കിട്ടിയ കുട്ടിക്ക് അത്രയും പ്രാധാന്യമുണ്ടോ? അപ്പൊ അവനവിടെ ഒന്നാമതായതുകൊണ്ടാണ്. അപ്പൊ നമ്മളും നമ്മുടെ സ്വഭാവത്തിലും സത്യസന്ധതയിലും ഒക്കെ ഒന്നായി നിൽക്കുമ്പോൾ നമ്മൾ രാജ്യത്തിന്റെ നല്ല പൗരന്മാരായി തീരും. നാളത്തെ രാജ്യത്തെ ജനങ്ങളെ നയിക്കേണ്ടവരായി നിങ്ങൾ തീരും. തീർച്ചയായിട്ടും ഇങ്ങനെ ഭാഗ്യം ലഭിച്ച ഓരോ കുട്ടികളെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നല്ലവരായി തീരുമ്പോൾ സമൂഹത്തിൽ നിങ്ങൾ വിലപ്പെട്ടവരാകും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ കണ്ട് ധാരാളം നല്ല ആളുകൾ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ നാടിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ മുതൽക്കൂട്ടാകുന്ന നല്ല പൗരന്മാരായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് സംഘാടനം നടത്തി ഈ NCC എന്ന പ്രസ്ഥാനത്തെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് അക്ഷീണം പരിശ്രമിച്ച ഈ സ്കൂളിലെ HM അടക്കമുള്ള മുഴുവൻ അധ്യാപകരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലെ ഈ കുട്ടികൾ, സാറേ ഇവിടെ വലിയ മലകെട്ടുകളും പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ ബാധിച്ച് ഈ കുട്ടികളെല്ലാം കലാമിറ്റിയിലൂടെ കഷ്ടപ്പെട്ട് ക്യാമ്പുകളിലൊക്കെ താമസിച്ച കുട്ടികൾ ഇവിടെയുണ്ട്. ഇവർക്ക് നല്ല ആരോഗ്യമുണ്ട്, ഊർജ്ജസ്വലതയുണ്ട്, നാടിനോട് സ്നേഹമുണ്ട്. നല്ല മക്കളാണ് ഇവരെ നമുക്ക് വളർത്തിയെടുത്താൽ ഇവരെല്ലാവരും നല്ല പൗരന്മാരായി നാളുകളിൽ നമ്മളെ നയിക്കുന്നവരായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മക്കൾക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു. മാതാപിതാക്കൾ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ പരിശീലനങ്ങൾക്ക് നിങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ അത് വലിയൊരു മുതൽക്കൂട്ടായി എല്ലാ ദിവസവും തന്നെ പരിശീലനത്തിന് കുട്ടികളെ വിട്ട് ഇവർക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. കുട്ടികൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയും ഇന്നത്തെ ഈ പ്രോഗ്രാമിന് കൃത്യമായ നന്ദിയും കൂടി അറിയിക്കുകയാണ്. ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ NCC യൂണിറ്റിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KR രാജി അവരെ ക്ഷണിക്കുന്നു. രാഷ്ട്രപതിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന പരേഡ് പോലെയുള്ള
വലിയ സംരംഭങ്ങളിൽ പോലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നാളുകളിൽ ഈ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. NCCയുടെ പ്രവർത്തനം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും അതുപോലെ തന്നെ സമൂഹത്തിനും ഒക്കെ അവരുടെ നിർലോഭമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ മതസൗഹാർദ്ദവും ഒക്കെ നിലനിൽക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ രാജ്യത്തിന് ചെയ്യേണ്ട സേവനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ സതീഷ് സാർ പറയുകയുണ്ടായി. അദ്ദേഹം പഠിച്ച് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ മിലിറ്ററിയിൽ കൂടെയൊക്കെ വന്ന് അദ്ദേഹം ഇന്ന് ഈ രാജ്യത്തിന് ചെയ്യുന്ന സംഭാവനകൾ നമ്മുടെ രാജ്യത്തിന് വളരെയേറെ മാതൃകാപരമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് കുട്ടികളെ അവർക്ക് കൂടുതൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ഇതിൻ്റെ 17 കേരള ബറ്റാലിയൻ്റെ ലീഡർ എന്ന നിലയ്ക്ക് രാധാകൃഷ്ണ സാറിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിച്ചേരുന്നത്. നമ്മുടെ പ്രദേശം എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശമാണ്. നമുക്കറിയാം ഏതാണ്ട് 14 വാർഡുകളുള്ള ഈ പ്രദേശങ്ങളിൽ ഒരു 10-11 വാർഡുകളും മല ഇടുക്കുകളിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളാണ്. നമുക്കറിയാം 2018-ലും 2021-ലും ഒക്കെ പ്രളയം നമ്മുടെ ഈ നാടിനെ വളരെ പിന്നിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാടിനെ തന്നെ നമ്മുടെ 2 പഞ്ചായത്തുകളെ വേർപെടുത്തിക്കൊണ്ട് ഏതാണ്ട് 26ഓളം ആളുകൾ മരണപ്പെട്ടു പോയ ഒരു സാഹചര്യം വരെ നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മൾ കരപിടിച്ച് കൈകൾ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും നാളുകളിലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. നമ്മുടെ JJ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ ഇവിടുത്തെ HM അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും PGയുടെ ഒക്കെ നല്ല പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഇവിടെ തുടങ്ങുവാൻ കഴിയുന്നത്. ഏതാണ്ട് വളരെയധികം സ്കൂളുകൾ ഇതിനു വേണ്ടി മത്സരിച്ചു. ഒരു NSSന്റെ ഒരു ക്യാമ്പ് വേണമെന്ന് ആവശ്യപ്പെട്ട പലരും ഈ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് JJ മർഫി സ്കൂളിനാണ് ഈ അവസരം ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തന നാളുകളിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ഇടപെടലുകളും ഉണ്ടാവും. പഞ്ചായത്തിൽ നിന്നുമുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ടുകൾ ലഭിച്ച് ഇവരുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പഞ്ചായത്തിൻ്റെ എല്ലാ ഇടപെടലുകളും ഉണ്ടാവുമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ നവാസ് പള്ളിവീട്ടിൽ അവരെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായ സതീഷ് സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മാസ്റ്റർ ജോസഫ് സാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നാൻസി അഗസ്റ്റിൻ, ആശംസകൾ KR രാജി, ശ്രീമതി രചന സുരേഷ്. കഴിഞ്ഞ കാലങ്ങളിൽ വിഭിന്നമായി ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. നമ്മുടെ ഏരിയ മാസ്റ്റർ സ്കൂളിന്റെ ചരിത്രത്തിലെ ഒരു പൊൻതൂവലാണ് NCC എന്ന ഒരു പ്രോഗ്രാം ഇവിടെ കിട്ടിയത്. അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ച നമ്മുടെ മാസ്റ്റർ ജോസ് സാറ്, അതിന് എല്ലാവിധ പിന്തുണയും നൽകി നമ്മോടൊപ്പം സഹകരിച്ച നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ സതീഷ് കുമാർ സാർ, മറ്റുള്ള സ്കൂളുകളിൽ പോകാതെ നമ്മുടെ മലയോര മേഖല എന്ന നിലയിൽ ഈ സ്കൂളിനെ പ്രത്യേക പരിഗണന നൽകി ഈ സ്കൂളിൽ ഇത് അനുവദിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ഒപ്പം ഈ മാനേജ്മെന്റും ജോസ് സാറും മറ്റ് അധ്യാപകരോടുള്ള പ്രവർത്തന ഫലമായി നമുക്കിത് അനുവദിച്ച് കിട്ടുകയും ചെയ്യും. ഏറ്റവും സന്തോഷകരമായ ദിനമാണിത്. നമ്മുടെ കുട്ടികൾക്ക് ഭാവി വാഗ്ദാനങ്ങളായി മാറുവാൻ ക്ഷമയുള്ള ഊർജ്ജസ്വലരായ നല്ല വിദ്യാർത്ഥി സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ അവസരം നമ്മൾ ശരിക്കും മുതലാക്കിയെടുക്കണം. നമ്മുടെ പുറകിൽ വരുന്ന തലമുറയ്ക്ക്, അതായത് കുറച്ചാളുകൾക്ക് മാത്രമേ ഇതിൽ അഡ്മിഷൻ കിട്ടാറുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ആളുകൾക്കും അതിലേക്ക് കൂടുതൽ ആകർഷകരായി വന്നു ചേരുവാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ആദ്യ ബാച്ചുകൾ എന്ന നിലയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ശ്രമിക്കണം എന്നാണ് ഇതോടൊപ്പം പറയാനുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഏറ്റവും അഭിമാനകരമായ ഒരു സുദിനമാണിന്ന്. എല്ലാവിധ ആശംസകളും ഈ പ്രവർത്തനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇതിനെ പൂർണ്ണമായി പിന്തുണ ഇനിയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
കെയർടേക്കർ രചന ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ മസ്തി സ്കൂളിന്റെ ആദ്യത്തെ NCC യൂണിറ്റിന്റെ ഉദ്ഘാടനം വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ സുദിനത്തിൽ ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആദ്യമായി ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിനെ NCC യൂണിറ്റിന്റെയും സ്കൂളിന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. NCCയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും മികച്ച ആമുഖ പ്രഭാഷണം നടത്തിയ 17 കേരള ബറ്റാലിയൻ ലഫ്റ്റനന്റ് കേണൽ സതീഷ് കുമാർ സാറിനെ എന്റെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ച കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KR രാജി അവർകൾക്കും PTA പ്രസിഡന്റ് ശ്രീ നവാസ് PA അവർകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത് സംസാരിച്ച നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ ജോസഫ് സാറിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ തുടങ്ങി ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു. अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष मागे गाहे तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय जय